കർത്താവിൽ പ്രിയ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. അതിനായിട്ട് നന്ദിയോട് സ്തോത്രം. സന്തോഷ് സഹോദരനെ കണ്ടതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മിനി സഹോദരിയെയും ഞാനങ്ങനെ കണ്ടതിൽ വളരെ സന്തോഷം. കുടുംബമായി നിങ്ങൾ കടന്നു വന്നതിൽ ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. അങ്ങനെയുള്ള ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, അത് അതിലെ സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും ഒക്കെ പച്ചയായി അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളെ ഷുഗർ കോട്ട് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ല എന്ന് വരുത്തി ആ നിലയിലല്ല ബൈബിളിൽ ആളുകളെ അവതരിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനല്ലേ. എന്നാൽ 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിലല്ലേ അത് വായിക്കുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകില്ലേ. വളരെ പച്ചയായിട്ടാണ് ദൈവം മനുഷ്യരെ അവതരിപ്പിക്കുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ആദിമസഭയെന്ന് പറഞ്ഞാൽ എന്തോ സഭയാണ് അല്ലേ. അയ്യോ, ഒരു കൂടിയ സഭയായിരുന്നു കേട്ടോ, സംശയമൊന്നുമില്ല. അവരിൽ കാശുള്ള ആളുകൾ, വീടുള്ള ആളുകൾ, സ്ഥലമുള്ള ആളുകളൊക്കെ അത് വിറ്റ് മറ്റുള്ള മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടി അത് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരെ കാൽക്കൽ വയ്ക്കും. എൻ്റെ പൊന്നെ, എന്തൊരു മനുഷ്യരല്ലേ, എന്തൊരു വലിയ മഹാമനസ്കരായ ആളുകളാണ്. അവരിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. ആരും തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് പറഞ്ഞില്ല. എല്ലാം അവർക്ക് പൊതുവായിരുന്നു. എത്ര മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. എന്നാൽ 5-ാമത്തെ അധ്യായം നമ്മൾ ആരംഭിക്കുമ്പോൾ ആ വാക്കോടുകൂടെയാണത് ആരംഭിക്കുന്നത്. എന്നാൽ അനന്യാസ് എന്ന് പറയുന്നൊരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഫീറ എന്ന് പറയുന്ന ഒരു സഹോദരിയും ഈ പറഞ്ഞ നിലയും നിലവാരവും അവർക്ക് പുലർത്താൻ സാധിച്ചില്ല. അവർ നിർമ്മലമായ സഭയുടെ മധ്യത്തിലെ കളങ്കം ആയിരുന്നു. ദൈവസഭയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഒരു സഭയും പൂർണ്ണമല്ല കേട്ടോ. പ്രശ്നരഹിതമായ എല്ലാ മനുഷ്യരും 100% സത്യസന്ധരായ അല്ലേ, മുഖത്തോട് നോക്കുമ്പോൾ അറിയാം എൻ്റെ ദൈവമേ എന്തോ നല്ല ആൾക്കാരാ. എല്ലാവരും ഒന്നും അങ്ങനെ അല്ല കേട്ടോ. ഈ കതിരിൻ്റെ ഇടയിൽ പതിരുണ്ട്. ഇതിനിടയിൽ പാപം ചെയ്യുന്ന മനുഷ്യരുണ്ട്, പ്രശ്നക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് മാത്രമല്ല നമ്മളും അതിന് സാധ്യതയുള്ളതായിരിക്കുന്ന മനുഷ്യർ ആണ്. ഞാൻ പറയാം, ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നതാണ്. ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. പ്രശ്നമുള്ളത് ആർക്കാ? മറ്റുള്ള ആളുകൾക്ക്. അയ്യോ, അങ്ങനല്ല കേട്ടോ. നമ്മളെല്ലാവരും പ്രശ്നമുള്ള ആളുകളാണ്. നമ്മളെല്ലാവരും പാപം ചെയ്യാൻ സാധ്യതയുള്ള ആളുകളാണ്. ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ദോഷം ചെയ്യും. അതാണ് മനുഷ്യ പ്രകൃതി എന്ന് പറയുന്നത്. അതാണ്. അതുകൊണ്ട് നമ്മൾ സ്വയനീതിയിലും നമ്മുടെ നന്മയിലും ഒന്നും ആശ്രയിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ പറ്റില്ല. ഞാനൊരു നല്ല മനുഷ്യനാണ്, വീണ്ടും ജനിച്ചതിന് ശേഷം ഒരു പാപവും നല്ല കാര്യം. എൻ്റെ പൊന്നെ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നാം പാടിയതുപോലെ വി ആർ സ്റ്റാൻഡിങ് ഓൺ ദ rock which is the righteousness of Christ. We so desperately need the gospel. നമുക്ക് സുവിശേഷം അനിവാര്യമാണ്.
ദൈവത്തോട് നമ്മളെ നിരപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ്റെ നീതിയാണ് നമ്മുടെ ധൈര്യം. അല്ലാതെ സ്വയനീതിയിൽ ധൈര്യപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവർ തന്നെ അവരെ വിളിക്കാം അല്ലേ, പറ്റിയ പ്രശ്നമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ തലവാചകം കാപട്യം, കപടഭക്തി എന്ന മാരകമായ പാപം, മരണകരമായ പാപം എന്നതാണ് എൻ്റെ തലവാചകം. ഞാനിത് വായിച്ചതിന് ശേഷം ആ തലവാചകത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാം, എന്നിട്ട് ഞാൻ ഈ പ്രസംഗത്തിലേക്ക് വരാം. നിങ്ങൾ എന്നോടൊപ്പം വരണം. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 5-ാമത്തെ അധ്യായം അതിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളിലാണ് ഈ സംഭവം വിവരിക്കുന്നത്. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പസ്തലന്മാരുടെ കാൽക്കൽ വച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വയ്പ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുൻപേ നിൻ്റേതല്ലായിരുന്നുവോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവിടെ കാൽ വാതിൽക്കൽ ഉണ്ട്. അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്തു വന്നു. അവൾ മരിച്ചു എന്ന് കണ്ടിട്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിൻ്റെ അരികെ കുഴിച്ചിട്ടു. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. അവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ച് വരുമ്പോൾ ആദ്യമായിട്ടാണ് ദൈവസഭയിലെ പ്രശ്നം, ദൈവമക്കളുടെ വഞ്ചന എന്ന വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, കപടഭക്തി അത് മരണകരമായ പാപം എന്നാണല്ലോ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ തലവാചകം. കപടഭക്തിയുള്ള എല്ലാവരും മരിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ മരണകരമായ പാപം എന്ന് അതിനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ നടുങ്ങിയില്ല. ഞാനതിനൊരു മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറയട്ടെ, 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ സംഭവിച്ച കാര്യങ്ങൾ അതൊരു സൂചനയായിട്ട് ദൈവം ചെയ്ത കാര്യമാണ്. അതിനെ പറയുന്നത് ഇറ്റ്സ് എ ടെസ്റ്റ് ഡോസ് എന്ന് പറയും. സൂചനയായിട്ട് ദൈവം ചെയ്ത, ദൈവം അങ്ങനെയാ കാര്യം കാണുന്നത് കേട്ടോ. എന്നാൽ എല്ലായ്പ്പോഴും ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. കപടഭക്തിക്കാനായിരിക്കുന്ന എല്ലാ മനുഷ്യരെയും ദൈവം കൊല്ലുന്നില്ല. എന്നാൽ ദൈവത്തിന് കപടഭക്തിയോടുള്ള മനോഭാവം എന്താണെന്ന് ചോദിച്ചാൽ, അനന്യാസ് പെടഞ്ഞു വീണ് നിങ്ങൾ കണ്ടില്ലേ? സപ്പീറ കണ്ടോ പെടഞ്ഞു വീഴുന്ന കണ്ടോ? ദാറ്റ് ഈസ് ഗോഡ്സ് റെസ്പോൺസ്. ഇതാണ് ദൈവം കപടഭക്തിക്ക് നേരെയുള്ള തന്നെ സമീപനം എന്ന് പറയുന്നതാണ്. എന്നാൽ അത് ഇന്ന് ദൈവം ആ നിലയിൽ ചെയ്യുന്നില്ല. പെന്തക്കോസ്തുകാരാന്നേ പറയും കേട്ടു, 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചതെല്ലാം
അതുപോലെ തന്നെ നടക്കും. എത്ര പെന്തക്കോസ്ത് ഭാഷണന്മാരാ പടച്ച് വീഴുന്നേ? കർത്താവിൻ്റെ സംഭാഷണം റെക്കോർഡ് ചെയ്തല്ലോ ഒരു വിദ്വാന്. അദ്ദേഹത്തിനൊന്നും പറ്റിയില്ലല്ലോ. പറ്റിയോ? പുള്ളിയല്ല വടി പോലെ നിൽപ്പണ്ടിപ്പോഴും. ചാകാൻ യോഗ്യതയില്ലാഞ്ഞിട്ടല്ല കേട്ടോ, ദൈവം കൊല്ലാഞ്ഞത് കൊണ്ടാണ്. 1-ാം നൂറ്റാണ്ടിൽ ദൈവം ചെയ്ത കാര്യം പോലെ തന്നെ ദൈവം പ്രവർത്തിക്കുന്നില്ല. അത് ഒരു സൂചനയാണ്. ദൈവം ഇങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ ചത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യം ശരിയായല്ലോ. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. എൻ്റെ പൊന്നു സഹോദര, ചാകാഞ്ഞത് ദൈവം കരുണ ചെയ്തതുകൊണ്ടാണ്. അല്ലാതെ നമ്മളുടെ ഭാഗത്തെ പ്രശ്നങ്ങളും പരാധീനതകളും ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. ദൈവം കൊല്ലണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ട് കൊല്ലാതിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഒരു വാക്കുകൂടെ ഞാൻ പറയാം. കാപട്യം പറയുന്ന ആളുകൾ, സഭയിൽ കള്ളം പറയുന്ന ആളുകൾ, കള്ളം പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന് പിടയ്ക്കും, ഉടനെ വീഴും, ചാവും. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മളുടെ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്തായിരിക്കും എന്നറിയുമോ? ശവസംസ്കാര ശുശ്രൂഷ. അതായിരിക്കും ഇവിടുത്തെ ഏറ്റവും മുഖ്യമായ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഓരോ ദിവസവും ഒരു 10 എണ്ണം ചാവും. എൻ്റെ പൊന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശവക്കോട്ടയൊന്ന് ശരിയാക്കണം, അത് വേറെ കാര്യം. ഏതായാലും ശരി, എൻ്റെ പൊന്നെ എന്തോ പണിയായിരുന്നേന്. ദൈവത്തിന് സ്തോത്രം. ദൈവം കള്ളം പറയുന്ന എല്ലാവരെയും ഒന്നും കൊല്ലുന്നില്ല കേട്ടോ. മരിക്കാൻ യോഗ്യതയുള്ള ചില ആൾക്കാരില്ലേ ഇവിടെ? ഞാനിവിടെ നിന്ന് ഇതുപോലെ വർത്താനം പറയുമോ? ഇല്ലെന്നേ. ദൈവം കരുണ ചെയ്തതാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അപ്പം ഞാനതാണ് ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രശ്നരഹിതനായിരിക്കുന്ന മനുഷ്യരല്ല കേട്ടോ ദൈവസഭയിലുള്ള ആളുകൾ. പ്രശ്നമുള്ള ആളുകളാണ്. നമുക്ക് എല്ലാവർക്കും പ്രശ്നമുള്ള ആളുകളാണ്. നമ്മളാരും ദൈവത്തിന് മുൻപാകെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുന്നവരല്ല. വിനയപ്പെടുവാൻ, ദൈവസന്നിധിയിൽ ഭയപ്പെടുവാൻ, ജീവിതങ്ങളെ പരിശോധിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നു. അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയാലാണ് നാം ജീവനോടെ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയാണ്, അല്ലാതെ നമ്മുടെ യോഗ്യതയല്ല. ദൈവം നമ്മളോട് കരുണ ചെയ്തതാണ്. അതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ കഥയാണ്. ഈ ചരിത്രമാണ്. അവിടെ ഇതിലെ പ്രശ്നമെന്ന് പറയുന്നത് എല്ലാ കാശും കൊണ്ട് കൊടുത്തില്ല എന്നുള്ളതല്ല കേട്ടോ. പത്രോസ് പറഞ്ഞെടാ, നീ കാശ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് മാറ്റി വെച്ചല്ലോ, എല്ലാ കാര്യം മുഴുവൻ കൊണ്ട് തരണം. അതൊന്നുമല്ല. പത്രോസിന് കാശ് വേണോ? ഇന്നത്തെ പാസ്റ്റർമാരുടെ കൂട്ടൊന്നും അല്ല കേട്ടോ പ്രശ്നമായ പത്രോസ് കാശൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് പണം ഒരു പ്രശ്നമേ അല്ല. ഇത്രയും പണം, അതായത് ആൾക്കാരൊക്കെ വസ്തു എല്ലാം വിറ്റ് അപ്പസ്തലനായ പത്രോസിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചു കാശ്. ഇന്നത്തെ കണക്ക് പറയാൻ കോടിക്കണക്കിന് രൂപയുടെ കാശുണ്ട് കേട്ടോ. എന്നിട്ട് അദ്ദേഹവും യോഹന്നാനും കൂടെ ദേവാലയത്തിലേക്ക് ആരാധനയ്ക്കായിട്ട് ചെല്ലുകയാണ്. അവിടെ ഒരു പിച്ചക്കാരൻ ഇരിപ്പുണ്ട്. സാറേ വല്ലതും തരണേന്ന് പറഞ്ഞു. കൊടുക്കാൻ കൈ കാശുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിലൊന്നും മോട്ടിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. അവ കാശൊന്നും ആഗ്രഹിക്കാത്ത, കാശ് മോഷ്ടിക്കാത്ത, അതിൽ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു പത്രോസ്. അപ്പം അതുകൊണ്ട് കാശ് കൊടുക്കാഞ്ഞിട്ടൊന്നുമല്ല, കാശ് കൊടുക്കാഞ്ഞിട്ടല്ല. പിന്നെ എന്താ പ്രശ്നം? ഞാനതിലേക്ക് വരാം. ഞാനതിൽ കാപട്യം എന്ന് പറയുന്ന പ്രശ്നം കേട്ടോ. കപടഭക്തി എന്ന് പറയുന്നതാണ് പ്രശ്നം. നീ ഇത്രയ്ക്കോ വിറ്റത്, ഇത്രയ്ക്കോ വിറ്റത്. അപ്പം ഞാൻ പറഞ്ഞ 5-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആരംഭിക്കുന്നത് എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ എന്ന് പറഞ്ഞത്. അവിടെ ഞങ്ങളുടെ ഒരു പ്രൊഫസർ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഈ 5-ാമത്തെ അധ്യായം ഇവിടെ തുടങ്ങിയുള്ള പറഞ്ഞ ഒരു അപരാധമായി പോയി. കാരണം ചോദിച്ചാൽ ഇതിന് മുൻപിലെ സംഭവമായിട്ട് അഭേദ്യമായി ബന്ധിപ്പിച്ചാണ് ഈ സംഭവം പറയുന്നത്. ഇതിന് മുൻപിലത്തെ സംഭവം എന്താ? ബർന്നബാസ് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യൻ അല്ലേ? ബർന്നബാസ് എന്ന് പറയുന്ന
അപ്പോസ്തലന്മാരുടെയിൽ സൽപ്രവൃത്തികൾ കൊണ്ട്, ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ട്, മനുഷ്യരെ സഹായിക്കുന്നതിൽ ശ്രദ്ധേയനായി തീർന്ന പ്രസിദ്ധനായ ബർന്നബാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം തനിക്കുണ്ടായിരുന്ന കുപ്രോസ് ദ്വീപിലുണ്ടായിരുന്ന ഒരു സ്ഥലം വിറ്റു. അതിൻ്റെ മുഴുവനും കാശ് കൊണ്ടുവന്ന് പത്രോസിൻ്റെയും അപ്പോസ്തലന്മാരെ കാൽക്കൽ വെച്ച്. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു, എൻ്റെ പൊന്നെ, എന്തോ ഭക്തനാടാ ഈ ബർന്നബാസ് എന്ന് പറയുന്ന ഇയാൾ, എന്തൊരു ഭക്തനാ. ബർന്നബാസിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ സംഭാഷണമായി കേട്ടു. അദ്ദേഹത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് പറഞ്ഞു, മറ്റ് സഹോദരങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആൾക്കാർ സംസാരിച്ചു. അത് കേട്ടപ്പം അനന്യാസ് സഫീരയും പറഞ്ഞു, ഇവിടെ കൊള്ളാമല്ലോ, പണി കൊള്ളാം, കാശ് വിറ്റ് കൊണ്ട് കൊടുക്കാമെങ്കിൽ ആൾക്കാരെല്ലാം എന്തു പറയും? അനന്യാസ് എന്ന് പറഞ്ഞ ആളാരാ? വലിയ ഭക്തനില്ലയോ? സഫീർ, എൻ്റെ പൊന്നെ, ആ സഹോദരിയെക്കുറിച്ച് എന്താ പറയേണ്ടി? എന്തോ ഭക്തിയാ അവർക്ക്. ഉള്ള സ്ഥലം വിറ്റേച്ച് കൊണ്ടുവന്ന് കാശ് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരെ കാൽക്കൽ വെച്ചു. പേര് വേണം കേട്ടോ. പക്ഷെ വിറ്റ് കഴിഞ്ഞപ്പം ഒരു പെടപ്പൽ, എൻ്റെ പൊന്നെ, ഇത്രയും കാശ് കൈ കിട്ടി, ഇത് മുഴുവനും കൂടെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരെ കാൽക്കൽ വയ്ക്കുമോ? അത് വേണ്ട. ഇതിലൊരു ഭാഗം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഒരു 3/4 ഭാഗം, അല്ലെങ്കിൽ അത് എത്ര ഭാഗമാണെന്ന് എനിക്കറിയത്തില്ല, ഏതായാലും ശരി, അത്ര എടുത്ത് ഇവർ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി കൊണ്ടുവന്ന് പത്രോസിൻ്റെ കാൽക്കൽ വെച്ചു. അതിലും പത്രോസിന് പരാതിയില്ല കേട്ടോ. പക്ഷെങ്കിൽ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഞങ്ങളൊരു സ്ഥലം ഉണ്ടായിരുന്നത് വിറ്റ് കിട്ടുമോ? വിറ്റത് എല്ലാ കാശും കൂടെ തരാൻ എനിക്ക് അങ്ങോട്ട് മനസ്സായില്ല. അതിലൊരു 1/3 പൈസ ഉള്ളൂ, അതും കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുക. ഉടനെ പത്രോസ് എന്താ പറയും? അനന്യാസേ, സഫീറെ, നിങ്ങളുടെ ആ മഹാമനസ്കതയ്ക്ക് വളരെ നന്ദി, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നല്ലേ പറയുള്ളൂ. ഈ സാധനം 1/3 കൊണ്ട് വന്നേച്ച് ഇവർ നിൽക്കുന്ന നിപ്പ് കണ്ടായിരുന്നു അറിയോ? വിറ്റത് മുഴുവനും കൊടുത്തു എന്നാ. അവിടെയാ പ്രശ്നം. ഇവർ കൊടുത്തത്, അവരുടെ അഭിനയം, നടനം എന്ന് പറയുന്നത് എത്രയും കൊടുത്തു എന്നുള്ള നിലയിലല്ല. 1/3 കൊടുത്തല്ല നിൽക്കുന്നത്, മുഴുവൻ കൊടുത്തു എന്നുള്ള നിലയില്ല. ബഹുമാനം മുഴുവനും വേണം, പക്ഷെങ്കിൽ കൊടുക്കാൻ അതിൻ്റെ 1/3 കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെയാണ് ഈ കാപട്യം എന്ന് പറയുക. അപ്പം ഞാനിതൊരു വാക്കിൽ നിങ്ങളോട് പറയാം. കപടഭക്തി എന്ന് പറയുന്നത് നമുക്കില്ലാത്തത് ഉണ്ട്, നമുക്ക് അർഹിക്കാത്തത് വേണം എന്ന് ശാഠ്യം പിടിക്കുന്നതാണ് കപടഭക്തി എന്ന് പറയുന്നത്. നമുക്കില്ലാത്തതുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അർഹിക്കാത്തത് വേണം എന്ന് അവകാശപ്പെടുന്നതാണ്. അങ്ങനെ ശാഠ്യം പിടിക്കുന്നതിനെയാണ് കപടഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ കപടഭക്തിയെക്കുറിച്ച്, അതിൻ്റെ അപകടത്തെക്കുറിച്ച് ഞാൻ പറയാം. കപടഭക്തി എന്ന് പറയുന്നത് ഭക്തന്മാരുടെ പ്രശ്നമാകട്ടോ. കപടഭക്തി എന്ന് പറയുന്നത് ഭക്തന്മാരുടെ പ്രശ്നമാണ്. ചുങ്കക്കാരും പാപികളും അവർക്ക് പ്രശ്നമില്ല, അവർ പാപികളാണ്, അവർ ലോകത്തിന് മുൻപാകെ നീതിമാന്മാരാണ് എന്നുള്ളതായിരിക്കുന്ന ആ ഒരു നടനം അവർക്കില്ല. പ്രശ്നം പരീശന്മാരുടെ പ്രശ്നമാണ്, ഭക്തന്മാരുടെ പ്രശ്നമാണ് ഈ കപടഭക്തി എന്ന് പറയുന്നത്. നമ്മുടെ ഇടയിൽ പ്രശ്നമുണ്ടോ? ഉണ്ടോ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ലോക്കൽ ചർച്ചിലെ ഏറ്റവും വലിയ പ്രശ്നം കാപട്യമാണ്. ലോക്കൽ ചർച്ചിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കാപട്യമാണ്. ആളുകളൊക്കെ ഭക്തന്മാരായിട്ട് തുടങ്ങിയിട്ടോ, പല കാര്യങ്ങളുമൊക്കെ അവർ ഭക്തനായിട്ട് ചെയ്തു. പക്ഷെങ്കിൽ ഇന്ന് ഭക്തി പോയി, പക്ഷെങ്കിൽ ഭക്തിയുടെ വേഷം പോയിട്ടില്ല, ഭക്തിയുടെ നടനം അവസാനിച്ചിട്ടില്ല. ഇല്ലാത്തതും കൊടുക്കാത്തതും ഒക്കെ ചെയ്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പാപരഹിതരായിട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നതാണ് നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ആർക്കെങ്കിലും പ്രശ്നമുള്ള ആളുകളുണ്ടോ? ഇല്ലെന്നേ, എല്ലാം നടനമാണ്. ഈ കാപടഭക്തി എന്ന് പറയുന്നതായിരിക്കുന്ന ഹുപ്പോക്രിറ്റോസ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്, ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാ, എങ്കിലും ഞാൻ അതിനെക്കുറിച്ചൊരു വാക്ക് പറയാം. ഹുപ്പോക്രിറ്റോസ് എന്ന് പറഞ്ഞാൽ മുഖം മൂടി എന്നാണ് അതിൻ്റെ അർത്ഥം. മുഖം മൂടി എന്നാണ് അതിൻ്റെ അർത്ഥം. പണ്ട് കാലങ്ങളിൽ ഈ നടനം, അഭിനയം നടത്തുന്ന ആളുകൾ, സ്ത്രീകൾ അങ്ങനെ അഭിനയത്തിന് വരില്ല. അപ്പം അതുകൊണ്ട് പുരുഷന്മാരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ വേഷം കിട്ടും. അവർ നല്ല തലമുടിയൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടി, മുഖമൊക്കെ ഇങ്ങനെ നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളെ പോലെ ഒക്കെ ആക്കി, അപ്പം ആ നിലയിൽ കുഞ്ഞമ്മയായി
അഭിനയിക്കുന്നത് കുഞ്ഞപ്പനാണ് ആള്. പക്ഷെങ്കിൽ ശബ്ദമൊക്കെ ഒന്ന് മാറ്റി, പിന്നെ അതിൻ്റെ മുഖമെല്ലാം കൂടെ ഒന്ന് ക്രമപ്പെടുത്തി തലമുടിയൊക്കെ വളർത്തി നിൽക്കുന്നത് കണ്ടാൽ കുഞ്ഞമ്മയാണ് എന്ന് തോന്നും. അതാണ് ഈ കപട വ്യക്തി എന്ന് പറയുന്നതാണ്. ഈ മുഖം മൂടി വലിച്ചു കീറിയാൽ ഇവൻ ആരാന്നറിയോ? മീശയുള്ള ആളാ. അതാണ് കക്ഷി. പക്ഷെങ്കിൽ നിൽപ്പും ആ നടനമൊക്കെ കാണുമ്പോൾ കുഞ്ഞമ്മയെ പോലെയാണ് നിൽക്കുന്നത്. ഇത് വെറും വേഷം കെട്ടാണ്. ഇതിനകത്ത് യാഥാർത്ഥ്യമില്ല. അതാണ് പ്രശ്നം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലജ്ജാകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യർ ഭയങ്കര ഭക്തന്മാരാണ് എന്ന് നടിച്ചതിന് ശേഷം അവർക്ക് ആ ഭക്തി ഇല്ല എന്നുള്ളത് വെളിപ്പെടുമ്പോഴാണ് അത് വളരെ ലജ്ജാകരമായിരിക്കുന്ന ഒരു കാര്യം. എന്തോ ഭക്തിയാണ്. ഞാനൊരു മീറ്റിങ്ങിന് പോയിട്ടോ, അവിടെ ഒരു സഹോദരൻ്റെ സംഭാഷണം, ഒരു സഹോദരൻ്റെ പ്രസംഗം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം, അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ കേട്ടപ്പോൾ എൻ്റെ പൊന്നെ എന്തോ ഭക്തിയാ. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നാൽ പോലും നമുക്കൊരു അനുഗ്രഹമാണ് എന്ന നിലയിലാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം. ആ യോഗത്തിന് ഞാൻ സംബന്ധിച്ചു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കണമെന്നുള്ള നിലയിലാണ് ഇദ്ദേഹത്തിന് സംസാരിച്ചത്. പക്ഷേങ്കിൽ അത് കേട്ട ആളുകൾക്ക് ആർക്കും ആ ഒരു ചിന്ത വന്നില്ല കേട്ടോ. ഇദ്ദേഹത്തോട് കൂടെ നിൽക്കാൻ പറ്റിയതിലുള്ള ഭാഗ്യം, ഇദ്ദേഹത്തിൻ്റെ ആ ഭക്തിയിലുള്ളതായിരിക്കുന്ന മതിപ്പൊന്നും വന്നില്ല. കാര്യം ചോദിച്ചാൽ ഇദ്ദേഹത്തിന് 10-30 വർഷമായിട്ട് നമുക്കറിയാം. തട്ടിപ്പാണിത്, വെറും കാപട്യമാണ്. അദ്ദേഹം പറഞ്ഞതിനകത്ത് യാഥാർത്ഥ്യമില്ല എന്നുള്ള കാര്യം അവിടെ കേട്ടതൊരു 95% ആൾക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭയങ്കര ദൈവഭക്തിയും ദൈവത്തോടുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ വലിയ സമർപ്പണവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെയൊക്കെ മുഖത്ത് വന്നതെന്നറിയാം, ഒന്ന് പോടാ കുഞ്ഞേ, ഒന്ന് പോ, നമുക്ക് നിന്നെ അറിയില്ലേ, നീ എന്താ വേലയിറക്കുന്നുള്ളത് നമുക്കറിയത്തില്ലയോ. കാപട്യം എന്ന് പറയുന്നത് വളരെ വിരൂപമാണ്. എന്താ ഈ പ്രകടനം എന്ന് പറയുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? എൻ്റെ പൊന്ന സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ആത്മീയ ലോകത്തിലൊരു നല്ല പങ്ക് ആളുകൾ അഭിനയക്കാരാ കേട്ടോ. അവരെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല. ഇത് നാടകമാണ്, ഇത് യാഥാർത്ഥ്യമല്ല. അതാണ് പ്രശ്നം. വിരൽ എൻ്റെ നേരെയും ഞാൻ ഒരു വിരലല്ലേ അങ്ങോട്ട് ചൂണ്ടത്, കുറഞ്ഞ പക്ഷം 4 വിരലെങ്കിലും അല്ല 3 വിരലെങ്കിലും അല്ലേ ഇങ്ങോട്ട് ചൂണ്ടുന്നുണ്ട്. അതിനുള്ള സാധ്യത ഭയങ്കരമായിട്ടും എനിക്കതിനെ ചോദിച്ചാൽ പറയാം. അപ്പോഴേ ഈ മനുഷ്യനെ കുറിച്ച് തന്നെ നമുക്കൊന്ന് പറയാം. ഈ അനന്യാസിനെ സഫീറയെ കുറിച്ച് തന്നെ എടുക്കാം. അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. അങ്ങനത്തെ ഈ ഒരു പുരുഷൻ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രസിദ്ധനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞല്ലോ, നമ്മൾ പറയല്ലേ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വെച്ച് പറയുകയാണെങ്കിൽ അയാൾ കൂടിയാളാണ്. ദി മേ എന്ന് പറഞ്ഞാൽ കൂടിയാളാണ്. ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പ്രസിദ്ധനല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ തനിക്കും പ്രസിദ്ധനാകണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹം. അനന്യാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അപ്പം അദ്ദേഹത്തിന് ബർന്നബാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല കേട്ടോ. അദ്ദേഹം പ്രസിദ്ധനായിരിക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും എല്ലാം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ഭക്തനാണ് എന്ന് തെളിയിക്കപ്പെട്ട പ്രസിദ്ധനായി തീർന്ന ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനും പ്രസിദ്ധനായാൽ കൊള്ളാമെന്നൊരാഗ്രഹം. പ്രസിദ്ധനാകാനുള്ള ആഗ്രഹം തെറ്റൊന്നുമല്ല കേട്ടോ. ഒരു ഭക്തനാകണമെന്നുള്ള ആഗ്രഹം തെറ്റാണോ? ആണോ? എനിക്കൊരു നല്ല ഭക്തനായ ഒരു സഹോദരനെ കണ്ടു, ഭക്ത സിംഗ്, അദ്ദേഹത്തെ കണ്ടു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ, അടുത്ത് പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അയ്യോ, അദ്ദേഹം ഭയങ്കര ഭക്തനായ മനുഷ്യനാ. ഭക്ത സിംഗ് എന്നാണ് പേര്. ആ പേര് പോലെ തന്നെയുള്ള ആളാ. ഭക്ത സിംഗിനെ പോലെ ആണോ എന്ന് എനിക്ക് പലപ്പോൾ തോന്നിയിട്ടുണ്ട്. അത് നല്ല ആഗ്രഹമല്ലേ? പ്രശ്നം ഞാൻ പറയാം. എന്താ പ്രശ്നം ഞാൻ പറയാം. അതിനുപയോഗിക്കുന്ന മാർഗമാണ് പ്രശ്നം. അതിനുപയോഗിക്കുന്ന മാർഗമാണ് പ്രശ്നം. വലിയവനാകാനും ഭക്തനാകാനും ഒക്കെയുള്ള ആഹ്വാനവും നിർദ്ദേശവും ഒക്കെ ബൈബിളിലുണ്ട്. പക്ഷെങ്കിൽ അതിനുപയോഗിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും വലിയവനാകാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരുടെയും ആ പണി പറ്റൂല. അത് പറ്റിയല്ലേ, അത് നടക്കുകയില്ല. വലിയവനാകണം. പക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന രീതിയും മാർഗവും ഉപയോഗിക്കാൻ പറ്റുകയില്ല. അതിന്
വേല വയ്ക്കുക. ഇന്നാരെ നമ്മുടെ സമൂഹങ്ങളിലൊക്കെ വലിയവനാകുന്നത് എങ്ങനെയാ സഹോദരന്മാരെ? മൂപ്പനാകാനുള്ള വഴി എന്താ? ഞാൻ പറയാം, ആളുകളെ സ്വാധീനിക്കണം. അതിനൊക്കെയുള്ള വേലയിറക്കുകൾ നമുക്കുണ്ട്. ആ നിലയിലാണ് നമ്മൾ സ്വാധീനം പിടിച്ചു പറ്റുന്നത്. മൂപ്പനാകാനായിട്ടൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം. ഉടനെ ദൈവസന്നിധിയിലെ മൂപ്പൻ്റെ യോഗ്യതയെക്കുറിച്ച് തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വായിച്ചു. അതിനെ തീരുമാനിച്ചു, കർത്താവേ, ഈ വേദഭാഗത്ത് പറയുന്നത് പോലെയുള്ള ഒരു മനുഷ്യനാക്കി നീ എന്നെ തീർക്കണം. എൻ്റെ ജീവിതത്തിലുള്ള പരാധീനതകളും പാപങ്ങളും ഒക്കെ നീ എനിക്ക് കാണിച്ചു തരണം. അതിന് മുൻപിൽ അനുതാപവും ജീവിതത്തിന് രൂപാന്തരവും നീ എനിക്ക് തരണം. ദൈവജനത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിപ്പാൻ നീ എന്നെ സഹായിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് ലഭിച്ച അവസരങ്ങളൊക്കെ ദൈവ കൃപയിൽ ആശ്രയിച്ച് ദൈവവേല ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു, മൂപ്പനാകാൻ യോഗ്യതയുള്ള ആൾക്കാരല്ലേ? മൂപ്പനായ കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല. അതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നതാണ്. ഇദ്ദേഹം പ്രസിദ്ധനാകുന്നതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെങ്കിൽ അതിനുപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത്, ഇദ്ദേഹം കാശുള്ള ആളാകട്ടോ, ഇദ്ദേഹം കാശുള്ള ആളാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ വസ്തു വിറ്റു എന്ന് പറഞ്ഞു. ഭാര്യയോട് കൂടെ അറിവോടുകൂടെയാണ് ചെയ്തത്. എന്നിട്ട് 3 മണിക്കൂർ കഴിഞ്ഞല്ലയോ ഭാര്യ വരുന്നേ. അതിനെക്കുറിച്ച് കമൻറ്റേറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇവർ നല്ല ബിസിനസ്സുകാരാണ്, ഇവർ ഒരുമിച്ച് വരാൻ പറ്റാഞ്ഞതിൻ്റെ കാര്യം എന്തൊക്കെയോ പരിപാടികളിൽ ഭാര്യ ഉൾപ്പെട്ട് അതിൽ അങ്ങനെ ധൃതിയോടുകൂടി ഇരുന്നതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത്. കാശുള്ള ആൾക്കാരാണ്. അപ്പം കാശുള്ളപ്പം കാശ് വാരി എറിഞ്ഞ് പ്രസിദ്ധനാകാം എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഇന്ന് നടക്കും കേട്ടോ. ഇന്ന് ഏത് സഭയിലാണെങ്കിലും പണി നടക്കും. പക്ഷേങ്കിൽ ആദിമസഭയിൽ നടക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവ മനുഷ്യരുടെ നിരീക്ഷണത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു അവർ. ഈ കാപട്യത്തെ അംഗീകരിച്ചു കൊടുക്കുവാൻ അവർക്ക് കഴിയുകയില്ല. വേലയിറക്ക് സമ്മതിക്കുകയില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവം നമ്മളെ ഒരിക്കലും തെറ്റിദ്ധരിക്കുകയില്ല. നമ്മളൊരു പ്രവൃത്തി ചെയ്തതിന് ശേഷം വിശദീകരണം ഒന്നും തമ്പലാണ്ട് കൊടുക്കണ്ട. കർത്താവെ, ഞാനത് ചെയ്തതിനുണ്ടായിരുന്നു, അതിൻ്റെ കാര്യം അതിനൊന്നും ആവശ്യമില്ല. യു ജസ്റ്റ് ഡു ഇറ്റ്. ഗോഡ് നോസ്. ദൈവത്തിന് വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. നാം എന്തുകൊണ്ട് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ തമ്പുരാൻ അറിയാം. അതുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിച്ചു, നമുക്കതിനുള്ളതായിരിക്കുന്ന പ്രസിദ്ധി കിട്ടിയില്ല, തമ്പുരാൻ നോട്ടീസ് ചെയ്തില്ല എന്നൊന്നുള്ള പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. ദൈവത്തെ മുൻനിർത്തി നല്ല മനസാക്ഷിയോടുകൂടെ ദൈവപ്രസാദത്തിനായിട്ട് എന്ത് ചെയ്താലും സ്വർഗത്തിൽ ദൈവം അതിനെ മാനിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന എളുപ്പമാണെങ്കിലും ദൈവത്തെ കളിപ്പിക്കാൻ പറ്റില്ല. അത് വളരെ പച്ചയായിരിക്കുന്നൊരു പരമാർത്ഥമാണ്. ദൈവത്തിൻ്റെ മുൻപിൽ യാതൊരു വേലയിറക്കും നടക്കില്ല. ദൈവം ഈ വേലയിറക്കുകളൊന്നും കണ്ടില്ല എന്ന് വെച്ച് അങ്ങനെ ആണ് നമ്മൾ വിചാരിക്കുന്നത്. ശരിയല്ല കേട്ടോ. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. ദൈവം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് തെളിയിച്ച് തന്നിട്ടുമുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കപടഭക്തി എന്ന് പറയുന്നത് നമുക്കില്ലാത്തതുണ്ട് എന്ന് അവകാശപ്പെടുന്നതും നമുക്ക് അർഹിക്കാത്തത് നമുക്ക് വേണം എന്ന നിർബന്ധം പിടിക്കുന്നതുമാണ് കപടഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ലാത്തതായിരിക്കുന്ന സമർപ്പണം, ഈ മനുഷ്യന് തനിക്ക് കിട്ടിയതെല്ലാം കൊടുക്കാനുള്ള സമർപ്പണമില്ല കേട്ടോ, ഇല്ല. പിന്നെ പത്രോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് പറയും, എൻ്റെ പൊന്നു മോനെ, നിനക്ക് അതിനുള്ള സമർപ്പണമില്ല, നീ ചെയ്യണ്ടെന്ന്. ആര് നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിനക്ക് അത് കൊടുക്കാനായിട്ട് മനസ്സില്ല എങ്കിൽ കൊടുക്കണ്ട. ചില ആളുകളൊക്കെ സമ്പത്തിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഭയങ്കര ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലുമാണ്, നമ്മൾ എങ്ങനെയെങ്കിലും കർത്താവിനെ ഒന്ന് സഹായിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ കാര്യം പോക്കാണ്. എന്തോ ഒരു സങ്കടത്തിൽ ആൾക്കാർ പറയുന്നറിയോ, കർത്താവ് കഷ്ടപ്പെട്ട് കർത്താവിന് കാശില്ലാതെ അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് കർത്താവിനെ ഒന്ന് സഹായിക്കണം.
എൻ്റെ പിന്നെ കർത്താവ് ചോദിച്ചിട്ടോ 50-ാം സങ്കീർത്തനത്തിൽ ചോദിച്ചത്, ദ ഷീപ്പ് ഓൺ എ 1000 ഹിൽ, 1000കണക്കിന് മലകളിൽ മേയുന്ന ഈ മൃഗങ്ങളെല്ലാം എൻ്റേതല്ലയോ എന്ന് ചോദിച്ചു. എന്നിട്ടാണോ നീ ഒരു ആടിനെ കൊണ്ട് വന്നിട്ട് എന്നെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഇദ്ദേഹം ഒരു ആടിനെ കൊണ്ട് ആരാധനയ്ക്ക് വന്നു കേട്ടോ, യാഗം കഴിക്കാനായിട്ട്. അവൻ്റെ നിപ്പ് കണ്ടപ്പം കർത്താവിന് ഞാൻ കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവ് എൻ്റെ കുഞ്ഞ്, നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? ഹൂ വാണ്ട്സ് ഇറ്റ്? നിന്റെ ആടിനെ ആർക്ക് വേണം? ആർക്കാണ് വേണ്ടത്? എന്നാൽ നല്ല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആടിനെ കൊണ്ടുവന്ന കർത്താവ് സ്വീകരിക്കില്ലേ? ടാഗോറിൻ്റെ ഒരു കഥയുണ്ട് കേട്ടോ, ടാഗോറിൻ്റെ കഥയുണ്ട്. മഹാരാജാവ് രഥത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന അവസരത്തിൽ താൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പിച്ചക്കാരൻ, അദ്ദേഹത്തിൻ്റെ കണ്ണും രാജാവിൻ്റെ കണ്ണും തമ്മിൽ ഇടഞ്ഞു. അവർ തമ്മിൽ കണ്ടു. പിച്ചക്കാരന് ഭയങ്കര സന്തോഷമായി കേട്ടോ. രാജാവ് എന്നെ ശ്രദ്ധിച്ചു എന്നതാണ് പിച്ചക്കാരൻ്റെ സന്തോഷം. തൻ്റെ ദാരിദ്ര്യം അവസാനിച്ചു എന്ന് തനിക്ക് ഉറപ്പായി. എന്നാൽ മഹാരാജാവ് തൻ്റെ രഥത്തിൽ നിന്നിറങ്ങി പിച്ചക്കാരൻ്റെ അടുത്തേക്ക് വന്നു, തൻ്റെ കൈ നീട്ടി. അയ്യോ, മഹാരാജാവ് പിച്ചക്കാരനോട് കൈ നീട്ടി പിച്ച ചോദിക്കുകയോ? ഇതൊരു തമാശല്ലേ എന്ന് വിചാരിച്ച പിച്ചക്കാരൻ തൻ്റെ കയ്യിൽ നിന്ന് ഒരു നുള്ള് അരി ആ രാജാവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് അവർ തമ്മിൽ പിരിഞ്ഞു. വൈകുന്നേരം തൻ്റെ പിച്ച പാത്രം ഇങ്ങനെ കൊട്ടി അതിൽ നിന്ന് എല്ലാം ശൂന്യമാക്കിയപ്പോൾ അതിൽ ഒരു പിടി സ്വർണം അദ്ദേഹം കണ്ടു. എന്നിട്ട് അദ്ദേഹം ഒരുപാട് കരഞ്ഞു, എനിക്കുള്ളതെല്ലാം കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ നല്ല മനസ്സാക്ഷിയോടും നല്ല ഹൃദയത്തോടും കൂടെ ദൈവത്തിന് കൊടുത്താൽ ദൈവം അത് സ്വീകരിക്കും. അത് ദൈവത്തിൻ്റെ മഹാമനസ്കതയാണ്. തൻ്റെ ദാരിദ്ര്യം കൊണ്ടല്ല, തൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടുമല്ല. ദൈവത്തിന് കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ഭാഗ്യമില്ല. എനിക്ക് ഭക്ത് സിംഗിനെ ഇഷ്ടമാണ്, ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ. ഭക്ത് സിംഗിൻ്റെ അടുത്ത് നിങ്ങൾ കാശ് കൊണ്ട് കൊടുക്കാൻ ചെന്നാൽ അദ്ദേഹം വാങ്ങില്ല, ചുമ്മാ അതൊന്നും പൈസ വാങ്ങില്ല. അപ്പോൾ ആളെ ഭക്ത സിംഗിൻ്റെ അടുത്ത് കാശും കൊണ്ട് ചെന്നേച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് ചോദിക്കും, എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം സഹോദര തരിക എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടിയല്ലെന്ന ആളിന് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് നല്ല മനസ്സാക്ഷിയോടുകൂടെ കൊണ്ടുവന്ന പണമാണോ എന്ന് ബോധ്യപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കാശ് വാങ്ങിക്കുന്നത്. അതൊരു അനുഗ്രഹമായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത്. ദൈവം ഭക്തസിംഗ് ഒരു ബലഹീന ഉദാഹരണമാണെങ്കിൽ ഞാൻ പറയാം, ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ ദൈവം അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ആ നിലയിൽ വേണം നമ്മൾ ദൈവപ്രവർത്തികളെ നമ്മൾ അങ്ങനെ കാണേണ്ടത്. ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് ദൈവത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയോ ദൈവത്തിന് കൊടുത്തേച്ച് ദൈവത്തോടെ കണക്ക് പറയുന്നതിന് വേണ്ടി ഒന്നുമല്ല. ദൈവവേലയിൽ ദൈവം നമുക്ക് തന്ന പങ്ക് അത് അത്യധികം സന്തോഷത്തോടുകൂടെ നമ്മൾ നിർവഹിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇദ്ദേഹം കാശ് കൊണ്ടുവന്നു, കാശ് കൊണ്ട് കൊടുത്തു. പക്ഷെങ്കിൽ കൊടുത്ത കാശിനേക്കാളും അധികം പ്രസിദ്ധി അദ്ദേഹത്തിന് വേണം. അവിടെ പ്രസിദ്ധി നമുക്ക് ദോഷമല്ല എങ്കിലും അത് ഏത് നിലയിലാണ് നമ്മൾ സമ്പാദിക്കുന്നത് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഹി വാണ്ടഡ് മോർ ഓണർ ദാൻ ഹി ഡിസേർവ്ഡ്. താൻ കൊടുത്തതിനേക്കാളും അധികമുള്ള പ്രസിദ്ധിയും ആ നിലയിലുള്ള അംഗീകരണവും അദ്ദേഹത്തിന് കിട്ടണം. ഇല്ലാത്ത സമർപ്പണം ഉണ്ടെന്ന് അദ്ദേഹത്തിന് കാണിക്കണം, ഇല്ലാത്ത ഔദാര്യം ഉണ്ട് എന്ന് കാണിക്കണം. അപ്പോൾ ഞാനത് ഒരു പ്രാവശ്യം കൂടെ എന്നോടും പറയാം. നിങ്ങൾ സത്യസന്ധമായ രീതിയിൽ നിങ്ങൾക്ക് ഉള്ളത് പോലെ മാത്രമേ ആളുകൾ എന്നെ മനസ്സിലാക്കിയാൽ മതി എന്ന നിലയിലാണോ ജീവിക്കണേ? അല്ലെന്നേ, ഇതെല്ലാം ഒരു വേഷം കെട്ടല്ലേ. എല്ലാം ഞാൻ പറഞ്ഞതിനോട് ക്ഷമിക്കണം. പലതും ഞാൻ നിങ്ങളുടെ മുൻപിൽ കാണിക്കുന്ന മുഖം പച്ചയായ നിലയിലുള്ള മുഖമല്ല. അത് കണ്ടാൽ നിങ്ങൾക്ക് നടുക്കമുണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇതൊക്കെ കെട്ടി ഒരു ഭക്തിയുടെ വേഷമൊക്കെ ധരിച്ചാണ് പലപ്പോഴും നമ്മൾ നിൽക്കുന്നത്.
സത്യസന്ധമായ രീതിയിൽ നമ്മൾ ആയിരിക്കുന്ന നിലയിൽ ദൈവസന്നിധിയിലും ദൈവമക്കളുടെ മധ്യത്തിലും നിൽക്കാനായിട്ട് നമുക്ക് മനസ്സില്ല. ഇതൊക്കെ കാപട്യമാണ്. അത് വെളിപ്പെട്ട് വരുമ്പോൾ അത് വളരെ ലജ്ജാകരമായ കാര്യമാണ്. അത് വെളിപ്പെട്ട് വരുമ്പോൾ അത് വളരെ, പേര് ഞാൻ പറയാതിരിക്കണമെന്ന് വിചാരിച്ചെങ്കിൽ ഞാൻ പറയാം, രവി സക്കറിയ. എങ്ങനെയുണ്ട് രവി സക്കറിയ? പ്രസംഗം കൊള്ളാമോ? എൻ്റെ പൊന്നെ, എന്തോ പ്രസംഗം അല്ലേ, എന്തോ പ്രസംഗം. പക്ഷേങ്കിൽ ഇപ്പോൾ രവി സക്കറിയയുടെ പ്രസംഗം നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. അതിന് കാര്യം എന്താണെന്നറിയോ? അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതാണ് കാപട്യത്തിൻ്റെ അപകടം. ഡബിൾ ലൈഫ് എന്ന് പറയുന്നതിൻ്റെ ലജ്ജാകരമായ അനുഭവം എത്രയോ ഭയാനകമാണ്. ഞാനീ മറ്റാൾക്കാരുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല. പിടിക്കപ്പെടുമ്പോൾ അത് വളരെ സങ്കടകരമായ ലജ്ജാകരമായ കാര്യമാണ്. ആദ്യത്തെ സീനിൽ ഇതിനെ നമുക്ക് 3 രംഗങ്ങളായിട്ട് പറയാൻ പറ്റും. ഒന്നാമത്തെ രംഗം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ചേർന്ന് സ്ഥലം വിറ്റേച്ച് അതിലൊരു ഭാഗം മാറ്റി വെച്ചതിന് ശേഷം ബാക്കി കൊണ്ടുവന്ന് പത്രോസിൻ്റെ കാൽക്കൽ വയ്ക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വാക്കുകൂടി എനിക്ക് പറയാൻ പറ്റിയില്ല, പറയേണ്ടിയിരിക്കുന്നു. ഈ മാറ്റി വെച്ചു എന്ന് പറയുന്ന ആ പ്രസ്താവന, കുറേ എടുത്ത് മാറ്റി വെച്ചു എന്ന് പറയുന്ന പ്രസ്താവനയിൽ 2 പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, അതിൻ്റെ മുൻപിലുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടത് ആരും തങ്ങൾക്കുള്ളതൊന്നും സ്വന്തമെന്ന് പറഞ്ഞില്ല അല്ലേ. പക്ഷെ ഇവർ മാറ്റി വെച്ച ആർക്ക് വേണ്ടിയാ? ഇവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അവിടെ നിലനിന്നതായിരിക്കുന്ന ആത്മീക നിലവാരത്തിന് വിരുദ്ധമായ രീതിയിലാണ് അവർ പ്രവർത്തിച്ചത്. ഈ കിട്ടിയ കാശെല്ലാം ദൈവത്തിൻ്റേതാണ്, ദൈവഹിതപ്രകാരം ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളതായിരിക്കും സമീപനം അവർക്കുണ്ടായിരുന്നില്ല എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. രണ്ടാമത് ആ വിഷയത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന കാര്യം, ഈ കാശ് കുറേ മാറ്റിവെച്ചു എന്ന് പറയുന്ന ആ പ്രസ്താവന യോശുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. യോശുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞൊരു പ്രസ്താവന, അതേ വാക്ക് തന്നെയാണ് ഇവിടെ മാറ്റിവെച്ചു എന്ന് പറയുന്നതിന് ഉപയോഗിച്ച്. യോശുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിലെ സംഭവം എന്തുവാ? പഴയ നിയമം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ആഖാൻ എന്ന് പറയുന്ന ഒരാൾ ഇസ്രയേലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വിജയകരമായിട്ട് മുന്നേറുക കേട്ടോ. അവർ വാഗ്ദത്ത ദേശം സ്വന്തമാക്കാനായിട്ട് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവർ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യത്തെ പട്ടണം എരിഹോ പട്ടണമാണ്. അത് അവരുടെ മുൻപിൽ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി. അവർ ഒന്നും ചെയ്യാതെ തന്നെ ആ പട്ടണം അവർക്ക് കീഴ്പ്പെട്ടു. അതിനുശേഷമാണ് ആയി പട്ടണത്തിലേക്ക് ചെല്ലുന്നത്. അവിടെ വെച്ചാണ് ആഖാൻ പിടിക്കപ്പെടുന്നത്. അപ്പം എരിഹോവിലുള്ളതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അതെല്ലാം ശാപതാർപ്പിതമാണ്, അതിലൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആഖാന് ഒരു സ്വർണ്ണക്കട്ടി കണ്ടു, പിന്നെ ഒരു ബാബിലോന്യ മേലങ്കി കണ്ടു. ഇത് കണ്ടപ്പം തൻ്റെ കണ്ണ് അതിൽ പതിഞ്ഞു. എന്നിട്ട് ആരും കാണാതെ ഇതെടുത്ത് മാറ്റിവെച്ചു. ആ മാറ്റിവെച്ചു എന്ന് പറഞ്ഞ അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ്ട് സമാനമായിരിക്കുന്നൊരു സ്ഥിതിയാണ് അല്ലേ. ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ലോകത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് അവരങ്ങനെ തയ്യാറായിട്ട് നിൽക്കുക. അപ്പോഴാണ് ഒരാഖാൻ തൻ്റെ കണ്ണുകൾ ഈ സ്വർണ്ണക്കെട്ടിയിലും ഈ പരിപാടിയിലും തറച്ച് അദ്ദേഹം ഈ വേണ്ടാധീനം ചെയ്യാനായിട്ട് മനസ്സ് വെച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ രംഗത്തിൽ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് പത്രോസിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതാണ് ഒന്നാം രംഗം. രണ്ടാമത്തെ രംഗത്തിൽ പത്രോസ് ഈ കാര്യം മനസ്സിലാക്കുന്നതാണ്, അല്ലെങ്കിൽ ഹി വാസ് കൺഫ്രണ്ടഡ്. അപ്പം ഞാനതിനെക്കുറിച്ച് രണ്ടാമത്തെ രംഗത്തെക്കുറിച്ച് ഒരു കാര്യം പറയാം. രണ്ടാമത്തെ രംഗത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത് അന്ത്യന്യായവിധിയുടെ ഒരു ചിത്രമാണ് കേട്ടോ. ഇത് അന്ത്യന്യായവിധിയുടെ ഒരു ചിത്രമാണ്. അതായത് ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയുന്ന ആ പ്രവർത്തനത്തിൻ്റെ ഒരു ചിത്രമായത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം. ഒന്നും വിശദീകരിക്കേണ്ടതായിട്ടിരിക്കുന്ന കാര്യമില്ല. നമ്മുടെ ജീവിതങ്ങളെ പച്ചയായി പരിശോധിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പത്രോസ് അനന്യാസിനോട് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വില കുറച്ച് എടുത്തു വയ്പ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്. അപ്പോൾ ഈ കാശുമായിട്ട് വരുമ്പോൾ ഇവനത് ഒരു ഭാഗമേ കൊണ്ടുവന്നിട്ടുള്ളൂ, ബാക്കി ഒളിച്ചു വെച്ചിരിക്കുകയാണ്, മുഴുവനും കൊണ്ടുവന്നു എന്നുള്ള നിലയിലാണ് ഇവൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പത്രോസിന് പൂർണ്ണമായിട്ടും മനസ്സിലായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
ആ കാര്യം പൂർണ്ണമായ രീതിയിൽ പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു കേട്ടോ. അനന്യാസും സഫീറയും സ്വപ്നത്തിൽ പോലും അത് സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല. അവരത് മാറ്റിവെച്ച കാര്യം ലോകത്തിലാരും അറിയും എന്നവർ വിചാരിച്ചില്ല. അതാണ് അവരുടെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാപട്യത്തിൻ്റെ ഒരു വലിയ കാരണമെന്ന് പറയുന്നത് മറ്റുള്ള മനുഷ്യരാരും അത് അറിയില്ല എന്നുള്ള ചിന്തയാണ്. ഞാനിതങ്ങ് പറഞ്ഞേച്ചങ്ങ് ഞാനങ്ങ് രക്ഷപ്പെടും, ആരും ഇത് അറിയത്തില്ല. എന്നാൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ മുൻപാകെ സകലതും മലർന്നതും നഗ്നവുമായിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മനുഷ്യരെ നമുക്ക് കളിപ്പിക്കാൻ പറ്റും, എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സാധിക്കില്ല. നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതായിരിക്കുന്നത് പോലെ തന്നെ പച്ചയായിട്ട് ദൈവം അറിയുന്നു എന്ന കാര്യമാണ് ഈ വേദഭാഗത്ത് നിന്ന് ലൂക്കോസ് നമ്മളോട് പറയുന്ന കാര്യം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം. അപ്പം ആ ഒരു ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. വി കനോട്ട് ഹൈഡ്. നമുക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഒളിച്ചു വയ്ക്കാനായിട്ട് സാധിക്കില്ല. ഞാനൊരു ചിത്രം ഓർക്കുന്നുണ്ട്. അത് യോസേഫിൻ്റെ സഹോദരന്മാർ യോസേഫിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴാണ്. യോസേഫാന്നുള്ള കാര്യം ഇവിടെ സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തയില്ല കേട്ടോ. ഈ മിസ്രയീമിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് തങ്ങളുടെ സഹോദരനായിരിക്കുന്ന യോസേഫാണ് എന്ന് 1% 1001% പോലും ഒരു ചിന്ത അവർക്കില്ല. അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് പോലും ചിന്തിയിട്ടില്ല. അവിടെ യോസേഫ് അവരോട് ചോദിച്ചു, അപ്പം നിങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾ 12 പേരാണ് കേട്ടോ, 12 പേരാണ്. അതിൽ ഒരാളിപ്പോഴ് ഇല്ല. അദ്ദേഹത്തിന് എന്ത് പറ്റി? അതേ ഇല്ല, ഞങ്ങൾ അദ്ദേഹത്തെ അപ്പം ഞാൻ പറയുന്നത്, ഈ ആൾക്കാർ ഏത് നിലയിലുള്ള, ഞങ്ങൾ നീതിമാന്മാരാന്ന് പറഞ്ഞു കേട്ടോ, ഞങ്ങൾ പരമാർത്ഥികളായിരിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമുള്ള ആളുകളല്ല. പക്ഷേ 12 പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഒരാളില്ല. അതിനെക്കുറിച്ച് വിശദീകരണം ചോദിച്ചാൽ ആരോടെ വിശദീകരണം പറയുന്നേ? എൻ്റെ പൊന്നെ, ഇവർ പിടിച്ച് അവൻ കണ്ണുനീരോടെ കരഞ്ഞപ്പോൾ ഒരു കനിവും കാണിക്കാതെ അവനെ ആ പൊട്ടക്കിണറ്റിലിട്ട് അതിൽ നിന്ന് വലിച്ചു കയറ്റി മിസ്രയീമിലെ ആളുകൾക്ക് വിറ്റ ആ ക്രൂരന്മാരായിരിക്കുന്ന മനസാക്ഷിയില്ലാത്ത മനുഷ്യരാണ് ഇന്ന് യോസേഫിന് മുമ്പിൽ എന്ന് പറയുന്നത് ഞങ്ങൾ പരമാർത്ഥികളാണ് എന്ന് പറയുന്നത്. എന്തൊരു ഭയങ്കരമെന്ന് പറഞ്ഞ്, നിങ്ങൾ പരമാർത്ഥികളല്ലേ? നല്ല കാര്യം. We are standing before someone who knows it all. ഇത് മുഴുവനും അറിയാകുന്ന ഒരാളിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ വേലയിറക്കം നടക്കില്ല എന്ന കാര്യമാണ് ദൈവത്തിന് വചനം നമ്മളോട് പറയുന്നത്. പത്രോസ് പറഞ്ഞ പ്രസ്താവന ഞാൻ നിങ്ങളോടും എന്നോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വയ്പ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത് എന്ന് ചോദിച്ചു. ഈ കാപട്യം കാണിക്കുന്ന മനുഷ്യരോടും അന്യായം പ്രവർത്തിക്കുന്ന ആൾക്കാരോടും ഒക്കെ കർത്താവിന് ചോദിക്കാനുള്ള കാര്യം, നിങ്ങളെ പിശാച് ഇങ്ങനെ സ്വാധീനിക്കാനായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അനുവദിച്ചു എന്ന ചോദ്യമാണ് കർത്താവിന് ചോദിക്കാനുള്ളത്. വൈ ഡിഡ് യു ഡു ദാറ്റ്? ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുവാൻ, കാപട്യം കാണിക്കുവാൻ, പാപം ചെയ്യുവാൻ ദൈവമക്കൾക്ക് അനുവാദമില്ല കേട്ടോ, യാതൊരു അനുവാദവുമില്ല. അങ്ങനെ ചെയ്തതിന് ശേഷം ദൈവം നിൽക്കുമ്പോൾ ദൈവത്തിന് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിന് ഇങ്ങനെ ചെയ്തു? പാപം ചെയ്തതിന് ശേഷം ഹവ്വയും ആദാമും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കർത്താവ് ചോദിച്ചല്ലേ, വൈ ഡിഡ് യു ഡു ഇറ്റ്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? വൈ ഡിഡ് യു ഡു ഇറ്റ്? നിങ്ങൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം പിശാച് പറഞ്ഞതൊക്കെ കേട്ട് പ്രവർത്തിച്ച് നിങ്ങൾക്ക് വലിയവനാകാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? യു ക്യാൻ ഡിസ്ട്രസ്റ്റ് ഗോഡ്. ദൈവത്തെ അവിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയും, പിശാചിനെ വിശ്വസിക്കാൻ കഴിയും, നിങ്ങൾ വിജയിക്കും എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എൻ്റെ പൊന്ന സഹോദരങ്ങളെ, സാധിക്കില്ല കേട്ടോ. നിങ്ങൾ എന്തിനിത് ചെയ്തു? അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ കേട്ടോ. ദൈവത്തിന് വിരുദ്ധമായിട്ട് പിശാചിനോട് ചേർന്ന് ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അത് ഞാൻ നിങ്ങളോടൊരു മുന്നറിയിപ്പായിട്ട് പറയുന്നു. ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യമൊന്നും ചെയ്തില്ലെങ്കിലും പിശാചിനോട് ചേർന്ന് ദൈവത്തിൻ്റെ പരിപാടിക്കും പദ്ധതികൾക്കും എതിരായിട്ട് നിങ്ങളൊന്നും ചെയ്യരുത് എന്നതൊരു മുന്നറിയിപ്പായിട്ട് ഞാൻ പറയുക.
പിശാചിനോടുകൂടെ ചേർന്ന് ദൈവത്തിൻ്റെ സഭയെ തകർക്കാനായിട്ട് നിങ്ങൾ ഹൗ ഡെയർ യു ഡു ഇറ്റ്, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നാണ് പത്രോസിന് ചോദിക്കാനായിട്ടുള്ളത്. പിശാച് നിങ്ങൾ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? അതുകൊണ്ട് അതിനോട് ചേർത്തൊരു കാര്യം ഞാൻ നിങ്ങളോടൊക്കെ പറയാം. സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളും ചിന്തകളും വരുമ്പോൾ ഇത് ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ തിരിച്ചറിയണം കേട്ടോ. ഇത് ദൈവത്തിൽ നിന്നാണോ അതോ പിശാചിൽ നിന്നാണോ തിരിച്ചറിയണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ ഇത് ദൈവത്തിൽ നിന്ന് വന്ന താല്പര്യമാണോ അതോ പിശാചിൽ നിന്നാണോ വന്നത് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഐ ആം ഡിറക്റ്റഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മനുഷ്യരുടെ നടുവിലാണ് ഈ അപരാധം ഈ മനുഷ്യൻ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഹൃദയം കൈവശമാക്കി. അത് മലയാള പരിഭാഷ ഇത് പോരാ. പറഞ്ഞു ഹൗ സൈറ്റൻ ഫിൽഡ് യുവർ ഹാർട്ട്. പിശാച് എങ്ങനെ നിന്റെ ഹൃദയത്തെ നിറച്ചു കളഞ്ഞു എന്നാണ് ചോദിച്ചത്. രണ്ട് നിറവുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവിനായുള്ള നിറവുമുണ്ട്, പിശാചിനായുള്ള നിറവുമുണ്ട് കേട്ടോ. ഇത് രണ്ട് സാധ്യമാണ്. അപ്പം നമുക്ക് ചോദിക്കാനുള്ളത്, ഏത് നിറവിലായി പണി? ഏത് നിറവിലാണ് പണി? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവം പറഞ്ഞതനുസരിച്ചാണോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതോ പിശാചിൻ്റെ ആലോചന? പിശാചിൻ്റെ ആലോചനയൊന്നും ആദ്യം സമ്മതിക്കുമൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ പിശാചിൻ്റെ ആലോചനയ്ക്ക് മനസ്സ് വെച്ച് പിശാചിൻ്റെ ഹിതപ്രകാരം ദൈവത്തിന് സഭയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാനായിട്ടാണ് ഇവർ മനസ്സ് വെച്ചത്. അതാണ് അവരുടെ പ്രശ്നമായിട്ട് പറയാൻ സാധിക്കുന്നത്. നിൻ്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അവിടെ ഈ പാപം ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് മനുഷ്യന് പാപം ചെയ്യാനുള്ളതായിരിക്കുന്ന കാരണം, ഒരു കാരണം പിശാചാണ്. നമ്മളുടെ ഹൃദയത്തിൽ ആരായിരുന്നു ഇന്ന് പ്രാർത്ഥനയിലാണോ പ്രസംഗത്തിലാണെന്നോ എനിക്കറിയത്തില്ല. പിശാച് നമ്മളുടെ ഹൃദയത്തെ സ്വാധീനിക്കുവാൻ, തൻ്റെ ഇഷ്ടം നമ്മളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് അങ്ങനെ ചുറ്റി നടക്കുകയാണ്. പിശാചിൻ്റെ അധീനതയിൽ, അവൻ്റെ സ്വാധീനത്തിൽ, അവൻ്റെ ആലോചനയിൽ അകപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ പൈശാചികമാണോ എന്ന് ചിന്തിക്കണം. എന്നാൽ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, പാപം ചെയ്ത് കഴിഞ്ഞപ്പം ഹവ്വയും ആദവുമൊക്കെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് പാപം ചെയ്തേ? എന്തോ പറയാൻ, ആ പാമ്പെന്നെ കൊണ്ട് ജയിച്ചു, എന്താ പറയാനല്ലേ? അത് സംബന്ധിച്ചറിയില്ല. അതിന് താഴെ പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നീ അതിന് മനസ്സ് വെച്ചത് എന്ന് ചോദിച്ചുട്ടോ. അതിൻ്റെ 4-ാം വാക്യത്തിൽ, ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? പാപം ചെയ്തതിൻ്റെ കാര്യം എന്താ? പിശാചിൻ്റെ സ്വാധീനമായിരുന്നു കേട്ടോ, ശരിയാ. പക്ഷേങ്കിൽ അതിന് ആത്യന്തികമായ ഉത്തരവാദിത്വം ആർക്കാണെന്നറിയാമോ? അത് ഈ ചെയ്തയാളിനാണ്. നീ മനസ്സ് വെച്ചതെന്ത്? പിശാച് നിങ്ങളെ സ്വാധീനിക്കുകയും പിശാച് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണമെങ്കിൽ നിങ്ങളതിന് മനസ്സ് വെച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ടല്ലേ ദൈവം സമ്മതിച്ചു കൊടുക്കാൻ. ഹവ്വയോട് ചോദിച്ചു എന്താ കാര്യം ചോദിച്ചപ്പോൾ പാമ്പ് ജയിച്ചാന്ന് പറഞ്ഞു. ആദമിന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭാര്യ കുഴപ്പം. ആദാം അല്ലെ പുരുഷന്മാരോട് ആരോട് ചോദിച്ചാലും അവരെന്തോ പറയും, എന്താ പ്രശ്നം? അവരുടെ പ്രശ്നം എന്തുവാ? ഭാര്യ. അല്ല, എന്താ പ്രശ്നം? അപ്പോൾ ഏതായാലും പുള്ളി പറഞ്ഞു, അപ്പോൾ കർത്താവ് പറഞ്ഞത് മനസ്സിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് പറ്റുകയില്ല. നാം ചെയ്യുന്ന പാപത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. പിശാചെന്നെ കൊണ്ട് ജയിച്ചു, അപ്പച്ചൻ എന്നെ കൊണ്ട് ജയിച്ചു, കൊച്ചപ്പൻ ജയിച്ചു, ഭാര്യ ജയിച്ചു, ഭർത്താവ് ജയിച്ചു എന്നൊന്നും പറയുന്നതിനെ കൊണ്ട് വിജയിക്കാൻ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അൾട്ടിമേറ്റ്ലി വി ആർ റെസ്പോൺസിബിൾ. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നാം ഉത്തരവാദികളാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പിശാചിന് സ്വാധീനത്തിലായി പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും, എനിക്ക് സാധിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവത്തെ ഓർത്ത് പിശാചിൻ്റെ ഒരു ഉപകരണമായി, ദൈവജനത്തിനെതിരെ നിൽക്കുന്ന ഒരു ഉപകരണമായി നിൽക്കാനായിട്ട് പാടില്ല എന്നതാണ് ഞാൻ അതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്ത കാര്യം വഞ്ചനയാണ്. ഈ വഞ്ചന പ്രവർത്തിക്കാനായിട്ട് അവർക്ക് കാരണമായി തീർന്നു പൈശാചിക സ്വാധീനമാണ്. എന്നാൽ ആ സ്വാധീനത്തിന് അകപ്പെട്ടു പോകാനായിട്ട് അവർ തീരുമാനിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്.
അപ്പോൾ രണ്ടാമത്തെ രംഗത്തിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് അനന്യാസിൻ്റെ മരണമാണ്. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. എൻ്റെ പൊന്നേലേ, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ വെട്ടിയിട്ട പിണ്ടി പോലെ ഇത് അങ്ങ് വീണു. വീണ് അദ്ദേഹം പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമായി. അപ്പോൾ ഈ നിലയിലാണ് ദൈവം അതിനെ കാണുന്നതെന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാപട്യത്തെ ദൈവം വെറുക്കുന്നു. അത് മരണകരമായ പാപമാണ്. ഭയങ്കര ശിക്ഷയാണ് ദൈവം അതിന് തരാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ആ നിലയിൽ എല്ലാവരെയും ദൈവം ശിക്ഷിക്കുന്നില്ല എങ്കിലും കാപട്യത്തിന് നേരെ, കപടഭക്തിക്ക് നേരെയുള്ള ദൈവത്തിൻ്റെ മനോഭാവം, ഇനിയും നിൻ്റെ പരിപാടിയും വേണ്ട, നിൻ്റെ ശുശ്രൂഷയും വേണ്ട, നിൻ്റെ ഔദാര്യവും വേണ്ട, ഒരു പണിയും വേണ്ട, ദൈവത്തിന് ഈ പരിപാടിയിൽ യാതൊരു വിധമായിരിക്കുന്ന പങ്ക് നിങ്ങൾക്ക് തുടർന്ന് തരുവാൻ ദൈവത്തിന് താല്പര്യമില്ല എന്നതാണ് അതിനെക്കുറിച്ച് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. വ്യാജം കാണിച്ചത് എന്ത്? ഈ കാപട്യം, ഈ മുഖം മൂടി, ഈ അഭിനയം, ഇത് ദൈവത്തിന് സ്വീകാര്യമായ കാര്യമല്ല എന്നതാണ് ഇവിടെ അനന്യാസിനോട് കർത്താവ് പറഞ്ഞത്. ഇത് കേട്ട് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും ഭയമായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. അയ്യോ, അത് ശരി, ഭാര്യയോട് പറഞ്ഞില്ല. ഭാര്യയോട് പറയാതെ ഇദ്ദേഹത്തെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. കാരണം ചോദിച്ചാൽ അടുത്ത രംഗത്തിൽ ഭാര്യയോട് സംസാരിക്കാനായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ നിലയിലെ കാര്യങ്ങളൊക്കെ മുമ്പെടുത്ത്. എങ്കിലും അതിനോടെക്കുറിച്ച് ഒരു കമൻ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഹിസ് ബറിയൽ വാസ് ദ ബറിയൽ ഓഫ് എ സിന്നർ. പാപിയായ ഒരു മനുഷ്യന് ആഘോഷങ്ങളും കരച്ചിലും അങ്ങനെ ഒന്നുമില്ലാതെ, ഇറ്റ് വാസ് എ ട്രാജിക് ഡെത്ത്. ഒരു പാപിയുടെ ശവസംസ്കാരമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആരും കരയാനുണ്ടായിരുന്നില്ല. ആൾക്കാർ കരഞ്ഞോന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഇറ്റ് വാസ് ആക്ച്വലി എ പൂവർ മാൻസ് ഓർ എ സിന്നേഴ്സ് ബറിയൽ. നമ്മൾ ചാകുന്ന ഉടനെ ചില മനുഷ്യരെങ്കിലുമൊക്കെ ഒന്ന് കരയണം കേട്ടോ. അങ്ങനെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു സങ്കടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആളിൻ്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ കേൾക്കാനിരിക്കുക. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആൾക്കാരൊക്കെ, അദ്ദേഹവുമായി പരിചയമുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നത്, അവൻ ചത്തോ? അതായത് പുള്ളി ICUവിലാണ്, അദ്ദേഹത്തിന് വലിയ റെസ്പോൺസ് ഇല്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ആൾക്കാർ പറയുന്നത്, അവൻ്റെ റെസ്പോൺസ് അങ്ങ് ഇല്ലാതായി, എപ്പോഴാവൻ തീരുന്നേ എന്ന് പറഞ്ഞിരിക്കുക. അയ്യോ, അതെന്തോ ജീവിതമാണ്. ആൾക്കാരൊക്കെ തന്നെ അടിക്കണ്ടേ, നെഞ്ചത്തടിക്കണ്ടേ. ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ വന്നപ്പം അയൽവാസികളായിട്ടുള്ള സാധു മനുഷ്യരൊക്കെ വന്ന് നെഞ്ചത്തടിച്ച് കരയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ചായൻ വിട്ടുപോയോ, അച്ചായന് എത്ര നല്ല മനുഷ്യനായിരുന്നു, ഞങ്ങളെയൊക്കെ സഹായിച്ച ആളാണ് എന്ന് പറഞ്ഞ് കരയുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലേ. എന്നിട്ട് മറ്റേ ആൾ പറയാ, ഇപ്പം നല്ല മനുഷ്യരുടെ മരണം, സ്തേപ്പാനോസിൻ്റെ മരണത്തെക്കുറിച്ച് നമുക്ക് തുറന്ന് കേൾക്കാൻ പറ്റും. ഒരു മഹാവിലാപമുണ്ടായി എന്നാണ് പറഞ്ഞത്. അവനെക്കുറിച്ച് കേട്ടവരൊക്കെ കരഞ്ഞു. അവരുടെ ജീവിതം മനുഷ്യരെ സ്വാധീനിച്ച, അവർക്കൊരുപാട് കരയാനും പറയാനുമുള്ള ഒരു ജീവിതമായിരുന്നു. ഇവിടെ ഒന്നുമില്ല കേട്ടോ, കരയാനും പറയാനും ഒന്നുമില്ല. ആൾ മരിച്ചു, അദ്ദേഹത്തെ കൊണ്ടുപോയി കുഴിച്ചിട്ടു, അത്രയേ ഉള്ളൂ. നമ്മളുടെ സ്ഥിതി എന്താ? നമ്മൾ മരിച്ചാൽ കരയാൻ ആൾക്കാരുണ്ടാവുമോ? എൻ്റെ അച്ചായൻ പോയല്ലോ, അയ്യോ, എൻ്റെ സഹോദരനെ ഇനി കാണാൻ പറ്റുകയില്ലല്ലോ ഈ ലോകത്ത് വെച്ച്. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ സ്നേഹം ഇനിയും ഈ നിലയിൽ ആരാണ് ഞങ്ങൾക്ക് പകർന്നു തരാനുള്ളത് എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഒരു മരണം വേണ്ടേ? നമുക്ക് വേണ്ടേ? He died and they buried him. അത്രേ ഉള്ളൂ. മരിച്ചു. ഒരിക്കൽ ഒരാൾ, രണ്ടുപേരും ഒരുമിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നത്. അവിടെ മറ്റേ ആൾ വിദഗ്ധനാണ്. അദ്ദേഹം പറഞ്ഞു, എടാ നീ നിൻ്റെ അമ്മ മരിച്ച എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അവർ രോഗം വന്ന കാര്യവും പിന്നെ ആശുപത്രി കൊണ്ടുപോയ കാര്യവും രോഗം മൂർച്ഛിച്ച കാര്യവും ഡോക്ടർ വന്ന കാര്യം ഇങ്ങനെയെല്ലാം പറഞ്ഞ് കുറേ വിവരിച്ചു. അപ്പോഴത്തേക്ക് പുള്ളിക്ക് മുക്കാൽ ഭാഗവും കഴിക്കാൻ പറ്റി ഇദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞതിന് ശേഷം ഇനിയും
മറ്റേ ആൾ വിശദീകരിക്കുമല്ലോ. അപ്പം നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അത് ചോദിച്ചു, നിൻ്റെ അമ്മ മരിച്ചാൽ എങ്ങനെയാണെന്നൊന്ന് പറയാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു, കണ്ണൊന്ന് കൂമ്പിച്ചു, അല്ല കണ്ണൊന്ന് മുയപ്പിച്ചു, ചെവി ഒന്ന് കൂമ്പിച്ചു, ജീവനും പോയിരുന്നു. അത്രേ ഉള്ളൂ. പിള്ളേരുടെ ചരിത്രം തീർന്നു. കണ്ണൊന്ന് മുഴപ്പിച്ചു, ചെവി ഒന്ന് കൂമ്പിച്ചു, ജീവനും പോയി. അയ്യോ, അതെന്തൊരു മരണമാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, മനുഷ്യർക്ക് നമ്മളെക്കുറിച്ച് പറയാൻ, സങ്കടപ്പെടാൻ, ജീവിതങ്ങളെ സ്വാധീനിച്ചതിൻ്റെ ഒരു ചരിത്രം പറയാൻ ഒക്കെ നമ്മെക്കുറിച്ച് ഉണ്ടാകണം എന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഈ സംഭവിച്ചൊന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. അപ്പം ഞാൻ ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കാപട്യം ചെയ്യുന്നവർ മാത്രമല്ല കേട്ടോ, അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും തുല്യമായിട്ട് കുറ്റക്കാരായിരിക്കുന്ന ആളുകളാണ്. കാപട്യം കാണിക്കുന്നവർ മാത്രമല്ല, ആ കാപട്യത്തിന് കൂട്ടു നിൽക്കുന്ന ആളുകളും. അങ്ങനെയല്ലയോ വക്കീൽ സാറേ? കുറ്റം ചെയ്യുന്ന ആൾ മാത്രമല്ല, ആ കുറ്റത്തിന് കൂട്ടു നിൽക്കുന്ന ആളുകളും ഇതുപോലെ തന്നെ കുറ്റക്കാരായിരിക്കുന്ന ആളുകളാണ്. ചില ആളുകളൊക്കെ ന്യായീകരണമായിട്ട് പറയുന്നത് എന്താണെന്ന് പറയും, ഞാനല്ല ചെയ്തതെന്ന്. ഞാനല്ല അതിന് ചെയ്തത്, ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കണ്ടതോ, അതിൻ്റെ സമയത്ത് നിങ്ങളെ അവിടെ കാണാനുണ്ടായിരുന്നല്ലോ, അതേല്ലേ? സമ്മതിക്കുമോ? നിങ്ങളെന്താ അവിടെ കറങ്ങി നിന്നതിൻ്റെ കാര്യം എന്താ? നിങ്ങളിതിനകത്ത് കൂട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ചില സഹോദരന്മാരോട് ഞാൻ പറയും, ഞങ്ങൾക്ക് അവരോട് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല, അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യത്തുമില്ല. പക്ഷെ നിങ്ങളെ അവരോട് കണ്ടല്ലോ, നിങ്ങൾ അവരുമായിട്ട് ആദ്യമേ ഞങ്ങൾ അവരെ കണ്ടല്ലോ. ഞാൻ പറയാം സഹോദരങ്ങളെ, ഞാൻ പറയാം, യു ആർ ഡിസൈഡഡ് ബൈ ദ പീപ്പിൾ അറൗണ്ട് യു. നിങ്ങളോട് കൂടെ ചുറ്റി നിൽക്കുന്ന ആളുകൾ നിങ്ങൾ ആരാണ് എന്നുള്ളതിന് ഒരു തെളിവാണ്. നിങ്ങളോട് കൂടെ ചുറ്റി നിൽക്കുന്ന ആളുകൾ നിങ്ങൾ ആരാണ് എന്നുള്ളതിന് തെളിവാണ്. അതുകൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കളെയും ആളുകളെയും ഒക്കെ തീരുമാനിക്കുമ്പോൾ നീതിയും ന്യായവും ചെയ്യുന്ന ആളുകളാണ് അവരെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നിങ്ങൾ ആ കുറ്റത്തിൽ പങ്കാളികളാകും. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇദ്ദേഹം ഭാര്യയ്ക്ക് പറയായിരുന്നു, ഹവ്വ പറഞ്ഞപോലെ പറയായിരുന്നു, ഞാനൊന്നുമല്ല ചെയ്തത്, അച്ചായനായ കാര്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷേ അച്ചായനെ ചെയ്തതിനെക്കുറിച്ച് അറിയാമായിരുന്നു. അപ്പോൾ എന്തോ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല, അച്ചായൻ അങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ് അല്ലേ? അല്ലെന്നേ, ഇതൊരു നിങ്ങൾ ഒരുമിച്ച് ചെയ്തൊരു പരിപാടിയാണ്. നിങ്ങൾ ഒരുമിച്ചാണ്. നിങ്ങൾ എന്ത് ന്യായീകരണം പറഞ്ഞാലും നീ ഇതിൽ ഉത്തരവാദിയാണ്. നേരത്തെയുള്ള വേദഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, അവർ ഏക ഹൃദയവും ഏക മനസ്സുമുള്ള ആളുകളായിരുന്നു. എന്തിനു വേണ്ടിയാ? നന്മ ചെയ്യാനായിട്ട്. നമ്മളുടെ മധ്യത്തിലുള്ളതായിരിക്കുന്ന യോജിപ്പ് തിന്മയ്ക്കായുള്ള യോജിപ്പല്ല, നന്മയ്ക്കായിട്ടുള്ള യോജിപ്പാണ്. നമ്മളുടെ മധ്യത്തിലുണ്ട് കേട്ടോ യോജിപ്പ്. തിന്മ ചെയ്യാനായിട്ട് ഒരുമിച്ച് ചേരുന്ന ആളുകളുണ്ട്. അവരുടെ യോജിപ്പെന്ന് പറയുന്നത് തിന്മ ചെയ്യാനുള്ള യോജിപ്പാണ്. സപ്പീറയും അനന്യാസും തമ്മിൽ നല്ല ബന്ധമാണ്. നല്ല ഭാര്യയും ഭർത്താവ് പറയുന്ന പോലെ ഭാര്യയും കേൾക്കും, ഭാര്യ പറയുന്ന ഭർത്താവ് കേൾക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ, ദോഷം ചെയ്യാനാണെന്നല്ലോ. അയ്യോ, അതിൽ യോജിപ്പോണ്ട് ഗുണമില്ല കേട്ടോ. ഏതായാലും അതിനെങ്കിലും യോജിക്കാൻ പറ്റിയല്ലോ, ഇല്ലയോ രാജ്യ സഹോദരിയെ? ഞങ്ങളൊന്നിനും യോജിക്കത്തില്ല, പക്ഷെ ഇതിലെങ്കിലും ഒന്ന് യോജിച്ചല്ലോ. അയ്യോ, അങ്ങനെ യോജിച്ചിട്ട് കാര്യമില്ല. നന്മ ചെയ്യുന്നതിൽ യോജിക്കുക, മനുഷ്യനെ മെച്ചമാക്കുന്നതിൽ യോജിക്കുക. തിന്മ ചെയ്യുന്നതിൽ യോജിക്കുന്നതുകൊണ്ട് കാര്യമില്ല. അവർ തിന്മ ചെയ്യാനായിട്ട് കൂട്ടു നിൽക്കുന്ന ആളുകളും തിന്മ ചെയ്തവരെ പോലെ തന്നെ കുറ്റക്കാരാണ് എന്നതാണ് ഈ ഭാഗത്തു നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവസാനത്തെ ഒരു പ്രസ്താവന പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. കേട്ടവർക്കെല്ലാം മഹാഭയമുണ്ടായി. കേട്ടവർക്കെല്ലാം മഹാഭയമുണ്ടായി. പാപത്തെ വിട്ട് ജീവിക്കുന്നതും സത്യസന്ധമായി ദൈവത്തെ സേവിക്കുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദൈവത്തോടുള്ള ഭയമാണ്. സത്യസന്ധമായ ദൈവഭയമാണ്. നമ്മുടെ മധ്യത്തിൽ കുറഞ്ഞു പോയതും അതുതന്നെയാണ്. നിങ്ങൾക്ക് ദൈവത്തെ പേടിയുണ്ടോ? ഉണ്ടോ? സത്യമായിട്ട് ചോദിക്കുക, ദൈവത്തെ പേടിയുള്ള ആൾക്കാരാണോ? ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തോട് എന്ത് ചെയ്താലും കുഴപ്പമില്ല വിചാരിക്കുന്ന ആൾക്കാരല്ലേ? അയ്യോ, അത് അപകടകരമായിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ദൈവത്തെ അറിയുന്നതും ദൈവത്തെ ഭയപ്പെടുന്നതുമാണ്. ആളുകൾക്കെല്ലാം പേടിയായി, എന്തും ചെയ്ത് രക്ഷപ്പെട്ടു പോകാൻ കഴിയുകയില്ല
എന്ന കാര്യം ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ഒരു വലിയ അനുഗ്രഹമാകും കേട്ടോ. ദൈവത്തെ കളിപ്പിക്കാൻ പറ്റുകയില്ല. ദൈവത്തിനെതിരെ പാപം ചെയ്താൽ ഭയങ്കര ശിക്ഷ കിട്ടും, ദൈവത്തോട് മത്സരിക്കുന്നത് അപകടകരമാണ് എന്നൊക്കെ ആളുകൾ മനസ്സിലാക്കിയാൽ അത് വലിയ അനുഗ്രഹമാണ്. ഈ ചോദ്യത്തോടുകൂടെ ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഭക്തി സത്യസന്ധമായിരിക്കുന്ന ഭക്തിയാണോ? നമ്മളുടെ മുഖംമൂടികൾ വലിച്ചു മാറ്റിയാൽ ഏത് നിലയിലാണ് മനുഷ്യർ നമ്മളെ കാണാനായിട്ട് പോകുന്നത്? സത്യസന്ധമായിരിക്കുന്ന ദൈവഭയം നമുക്കുണ്ടോ? ദൈവഹിത പ്രകാരം ജീവിക്കണം എന്നുള്ളതായിരിക്കും നിർബന്ധം നമുക്കുണ്ടോ? നമ്മൾ പിശാചിൻ്റെ കയ്യിലെ ആയുധങ്ങളാണോ? നമുക്ക് ദൈവത്തെ ഭയപ്പെടാം, ദൈവഹിത പ്രകാരം ജീവിക്കാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.